ഓം ശാന്തി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. മനസ്സിന്റെ ചഞ്ചലത സെക്കൻഡിൽ സമാപ്തമാക്കുന്നു. ഞാൻ ശാന്തസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഞാൻ ഈ ശരീരത്തിൽ നിന്നും സെക്കൻഡിനുള്ളിൽ ഡിറ്റാച്ച് ആകുന്നു. ഈ ദേഹത്തിൻ്റെ ലോകത്തിലെ സുഖ ദുഃഖങ്ങൾ പൂർണ്ണമായും ഞാൻ മറക്കുന്നു. നാലു ഭാഗത്തും പൂർണ്ണമായും നിശബ്ദതയാണ്, സമ്പൂർണ്ണ ശാന്തിയാണ്. ഞാൻ ബിന്ദുവായി സെക്കൻഡിൽ ഈ ദേഹത്തിൽ നിന്നും ദൂരെ, ഈ ദേശത്തിൽ നിന്നും അകലെ സുപ്രീം ബിന്ദു ബാബയുടെ കൂടെ സ്ഥിതമാകുന്നു. സെക്കൻഡിൽ മുകളിലേക്ക് പോകുന്നു. വീണ്ടും തിരിച്ചു വരുന്നു. ഇടയ്ക്കിടെ സാകാരി, ഇപ്പോൾ നിരാകാരി. കർമ്മം ചെയ്യാൻ ശരീരത്തിൻ്റെ ആധാരമെടുക്കുന്നു. നിരന്തരം അന്തർമുഖിയായിരിക്കാനുള്ള അഭ്യാസം ചെയ്യുന്നു. ഈ അഭ്യാസം വികാരങ്ങളുടെ അംശത്തെ പോലും സമാപ്തമാക്കി ഞാൻ വികർമ്മജീതാകുന്നു. ഞാൻ അന്തർമുഖിയായി ജ്ഞാനസ്വരൂപാവസ്ഥയിലിരുന്ന് മഹാവാക്യങ്ങളെ ധാരണ ചെയ്യുന്നു. അന്തർമുഖതയുടെ അവസ്ഥയിൽ അചഞ്ചലത, സ്ഥിരത, ക്ഷമ, വിനയത തുടങ്ങിയ ദൈവിക ഗുണങ്ങളെ ഞാൻ ധാരണ ചെയ്യുന്നു. അന്തർമുഖതയിലൂടെ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപാവസ്ഥ പ്രാപ്തമാകുന്നു. അതിനാൽ ഞാൻ പൂർണ്ണമായും അന്തർമുഖിയാകുന്നു. മനസ്സാകുന്ന ക്ഷേത്രം പവിത്രമാകുമ്പോൾ പവിത്രമായ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു. ഈശ്വരീയ ഗുണങ്ങളാണ് നിർമോഹം, നിർലോഭം, നിർഭയം, ക്ഷമ, നിരഹങ്കാരം തുടങ്ങിയവ. ഞാൻ മനസ്സിനെ പൂർണ്ണമായും ശുദ്ധമാക്കുന്നു. മനസ്സിനെ ഉജ്ജ്വലമാക്കാനുള്ള പ്രയത്നം ചെയ്യുന്നു. മനസ്സിനെയും വികാരി കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. സൂക്ഷ്മ രീതിയിൽ യോഗശക്തി നൽകുന്ന സേവനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ അശുദ്ധ സങ്കല്പങ്ങളെ ഭസ്മമാക്കുന്നു. ഞാൻ ജാഗ്രതയോടെ ഇരുന്ന് ദിവ്യ സേവനം ചെയ്യുന്നു. ബുദ്ധിബലത്തിലൂടെ സദാകാലത്തേക്ക് തെറ്റുകളുണ്ടായാൽ തിരുത്തണം. മനസ്സ് പരമാത്മാവിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അശുദ്ധ സങ്കല്പങ്ങൾ സ്വാഭാവികമായി ശാന്തമാകുന്നു.
കർമ്മം ചെയ്തുകൊണ്ടും സാക്ഷിയായി സ്വയത്തെ നിരീക്ഷിച്ച് ജാഗ്രതയോടെ മുന്നോട്ടു പോകുന്നു. സേവനത്തിന്, പരിചരണത്തിന് ബഹുമാനം നൽകുന്നു. ഇതാണ് സമ്പൂർണമാകാനുള്ള യുക്തി. ഇത് സത്യമായ ആന്തരിക സ്നേഹമാണ്. പരസ്പരം സേവനം ചെയ്യുന്നതിൻ്റെ മധുരവും മനോഹരവുമായ സ്നേഹമാണിത്. ചൈതന്യ പുഷ്പമായി ഞാൻ സദാ ഹർഷിതമായിരിക്കുന്നു. ആകർഷകമായ സ്വഭാവത്തിലൂടെ എല്ലാവരെയും ആകർഷിക്കുന്നു. ക്രോധമാകുന്ന വികാരത്തിന് വശപ്പെട്ട് ആരെങ്കിലും മുന്നിൽ വന്നാൽ ജ്ഞാനസ്വരൂപ കുട്ടിയായി മധുരമായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ സ്വയം ശാന്തമാകും. ഈശ്വരൻ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമാകുന്നു, സമ്പൂർണ്ണ സ്നേഹസ്വരൂപമാകുന്നു. ആദ്യം ജ്ഞാനസ്വരൂപമാകണം, തുടർന്ന് സ്നേഹസ്വരൂപവുമാകണം. ജ്ഞാനസ്വരൂപമായി ധ്യാനത്തിലേക്ക് പോകണം. സാക്ഷി സ്ഥിതി അതീവ മധുരവും ആനന്ദകരവും മനോഹരവുമാണ്. ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ സുഖസ്വരൂപത്തിൽ ഇരുന്ന് അനുഭവം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ കർമ്മങ്ങൾ സമാപ്തമാകുന്നു. ഒപ്പം ഭാവിയിലേക്കുള്ള സുഖത്തിന്റെ കണക്കുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഡ്രാമ ഓരോ അഭിനേതാക്കളെയും അവരുടെ പാർട്ട് എല്ലാ ജീവജാലങ്ങളെയും കൊണ്ട് പൂർണ്ണമായും അഭിനയിപ്പിക്കുന്നു. ഈ അനാദിയായ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ബയോസ്കോപ്പിനെ സാക്ഷിയായി ഏകരസസ്ഥിതിയിലൂടെ ഹർഷിതമുഖതയായി കണ്ടുകൊണ്ടിരിക്കുന്നു. ക്ഷമയുടെ അവസ്ഥയിലൂടെ മുഴുവൻ കർത്തവ്യങ്ങളും സമ്പൂർണ്ണ രീതിയിൽ വ്യക്തമാക്കുന്നു. സാക്ഷി ദ്രഷ്ടാവായി ഓരോ കാര്യവും ഹർഷിതമുഖതയോടെ കാണുന്നു. ഉള്ളിൽ ക്ഷമയോടെയും ദൃഢമായ മനസ്സുള്ളവരായും ഇരിക്കുന്നു. ശുദ്ധ സങ്കല്പങ്ങളെ ധാരണ ചെയ്യുന്നു. ശുദ്ധ സങ്കല്പങ്ങളുടെ സ്ഥിതിയിലിരിക്കുന്നതിലൂടെ മറ്റെല്ലാ ചിന്തകളും സ്വതവേ ശാന്തമാകുന്നു. ആന്തരികമായ ബുദ്ധിയോഗം നിയമാനുസൃതമാകുമ്പോൾ നിർസങ്കൽപ്പ അവസ്ഥ സ്വാഭാവികമായി മാറുന്നു. ദീർഘനേരം സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഒരേ ഒരു പാതയും ഒരാളുമായും സംബന്ധം വെക്കുന്ന സമ്പൂർണ്ണ ഫരിസ്തയാകൂ. സർവ സംബന്ധവും സർവബന്ധങ്ങളും ഒരു ബാബയുമായിട്ട് വെക്കുന്നവർ സദാ ഫരിസ്തയാകുന്നു. എല്ലാ വഴികളും അടച്ച് ബുദ്ധിയുടെ അലച്ചിൽ സമാപ്തമാക്കുന്നു. സദാ സേവനത്തിന്റെ ഉന്മേഷവും ഉത്സാഹത്തിലും ഇരിക്കുന്നു. ഇതാണ് മായയിൽ നിന്നുള്ള സുരക്ഷയുടെ മാർഗം. ഓം ശാന്തി.